നമസ്കാരം. സമഗ്രമായ വാർത്തകൾ നോക്കാം. സ്വാഗതം. ഫസ്റ്റ് റൗണ്ടപ്പിലേക്ക് പ്രധാന വാർത്തകൾ ആദ്യം. ശശി തരൂരിനെ ഉന്നമിട്ട വ്യവസായ രംഗത്തെ സർക്കാരിന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് കോൺഗ്രസ് നേതൃത്വം. കോവിഡ് മാനേജ്മെന്റ് പോലെ കളവെന്ന വി ഡി സതീശൻ. ഒളിപ്പിച്ചു വയ്ക്കുകയാണ്. അതിന് സമാനമാണ് ഈ വ്യാവസായിക വളർച്ച സംബന്ധിച്ച പുതിയ അവകാശവാദങ്ങൾ. അദ്ദേഹത്തിന്റെ നിലപാട് തിരുത്തണമെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നു. പേരു പറയാതെ പരിഹസിച്ച് വീക്ഷണം മുഖപ്രസംഗം. മോദി പുകഴ്ത്തലിൽ കേന്ദ്ര നേതൃത്വവും തരൂരിനെ തള്ളി. തൃശൂർ ബാങ്ക് കൊള്ളയിൽ കുറ്റം സമ്മതിച്ച പ്രതി റിൻഡോ ആന്റണി. മോഷണം, കടം വാങ്ങിയ പണം തിരികെ കൊടുക്കാൻ നേരത്തെയും കവർച്ചയ്ക്ക് ശ്രമം നടത്തിയെന്ന മൊഴി. അന്വേഷണത്തിൽ നിർണായകമായത് പ്രതിയുടെ രൂപം തിരിച്ചറിഞ്ഞ പ്രദേശവാസിയുടെ മൊഴി. ബാങ്കിലെത്തിച്ച് തെളിവെടുപ്പ്. ജീവപര്യന്തം ശിക്ഷ ലഭിച്ച് 1 മാസം തികയുന്നതിന് മുൻപ് പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികൾക്ക് പരോൾ നൽകാൻ നീക്കം. 8ാം പ്രതി സുഭീഷും 15ാം പ്രതി സുരേന്ദ്രനും അപേക്ഷ നൽകി. കുടുംബം കോടതിയിലേക്ക്. ഇന്ന് ശരത് ലാൽ കൃപേഷ് ചരമവാർഷികം. നടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ നടൻ സിദ്ദിഖിനെതിരെ കുറ്റപത്രം. നടി ഹോട്ടലിലെത്തിയ ദൃശ്യങ്ങളും സാക്ഷിമൊഴികളും തെളിവ്. പീഡിപ്പിക്കപ്പെട്ട ശേഷം യുവതി ചികിത്സ തേടിയതിനും തെളിവ്. ക്രൈംബ്രാഞ്ച് ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. വിദേശ പരാമർശ കേസിൽ PC ജോർജിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ജോർജ് നിരന്തരം ഉത്തരവുകൾ ലംഘിക്കുന്നു. പരാമർശം ഗൌരവതരം. പ്രകോപിപ്പിച്ചപ്പോൾ ഉണ്ടായ അബദ്ധമെന്ന് കോടതിയിൽ ജോർജിന്റെ മാപ്പപേക്ഷ. ജാമ്യ ഹർജിയിൽ വാദം തുടരുന്നു. ഓഫർ തട്ടിപ്പിൽ പ്രതി അനന്തു കൃഷ്ണനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. പ്രതിക്ക് 21 ബാങ്ക് അക്കൌണ്ടുകൾ. വിവിധ അക്കൌണ്ട് വഴി 143.5 കോടി രൂപ സമാഹരിച്ചെന്ന് പോലീസ്. ലാലി വിൻസെന്റിന്റെ അറസ്റ്റ് തടഞ്ഞു. കണ്ണൂർ SP ഓഫീസിലേക്ക് ഓഫർ തട്ടിപ്പിരകളുടെ പ്രതിഷേധ മാർച്ച്. വ്യവസായ വകുപ്പിനെ പുകഴ്ത്തിയ ഡോക്ടർ ശശി തരൂരിന്റെ ലേഖനം സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്നും കരകയറാൻ കോൺഗ്രസ്. വ്യവസായ വളർച്ചയെക്കുറിച്ചുള്ള സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾക്കൊപ്പം തരൂരിനെയും തള്ളുകയാണ് നേതാക്കൾ. കോൺഗ്രസ് മുഖപത്രം വീക്ഷണം തരൂരിന്റെ പേര് പറയാതെ കടുത്ത വിമർശനമുയർത്തി. ശശി തരൂരിന്റെ ലേഖനം രാഷ്ട്രീയ നേട്ടമാക്കാനുള്ള ശ്രമം CPM തുടരുകയാണ്. തരൂരിന്റെ ലേഖനത്തിലൂടെ കോൺഗ്രസ് പിടിച്ചത് പുലിവാൽ. നിലപാടുകളിൽ തരൂർ ഉറച്ചു നിന്നതോടെ ഊരാക്കുടുക്കായി മാറി കോൺഗ്രസിനത്. ഇതോടെ തലയൂരാൻ സർക്കാരിനെയും CPMനെയും കടന്നാക്രമിക്കുക എന്ന പോംവഴിയാണ് പാർട്ടി പയറ്റുന്നത്. ഒരേ സമയം സർക്കാർ വാദങ്ങളെയും തരൂരിനെയും ഇതിലൂടെ പ്രതിരോധിക്കുകയാണ് നേതാക്കൾ. കോവിഡ് കാലത്തുണ്ടായ യഥാർത്ഥ മരണങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുകയാണ്. അതിന് സമാനമാണ് ഈ വ്യാവസായിക വളർച്ച സംബന്ധിച്ച പുതിയ അവകാശവാദങ്ങൾ. 2021 തന്നെ ഈസ് ഓഫ് ഡൂയിങ് സൂചിക വേൾഡ് ബാങ്ക് നിർത്തലാക്കി. തരൂർ തിരുത്തണമെന്നായിരുന്നു K മുരളീധരന്റെ ആവശ്യം. അദ്ദേഹത്തിന്റെ ലേഖനം കോൺഗ്രസിന്റെ രാഷ്ട്രീയ എതിരാളികൾക്ക് അടിക്കാനുള്ള ഒരു ആയുധമായി. പാർട്ടിയുടെ നിലപാടിന് അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തരൂരിന്റെ പേര് പറഞ്ഞില്ലെങ്കിലും കടുത്ത പരിഹാസമാണ് കോൺഗ്രസ് മുഖപത്രം വീക്ഷണമുയർത്തിയത്. കർക്കിടക സന്ധ്യയിൽ രാമസ്തുതി ചൊല്ലേണ്ടിടത്ത് രാവണസ്തുതി ചൊല്ലരുതെന്ന വിമർശനത്തിൽ എല്ലാമുണ്ട്. മറുഭാഗത്ത് CPM ആകട്ടെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് തരൂരിന്റെ ലേഖനം ആഘോഷമാക്കുന്നത് തുടരുന്നു. തരൂരിനെതിരെ സംസാരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് മറുപടി നൽകാനും CPM നേതാക്കൾ സമയം കണ്ടെത്തുന്നു. ശരിയായ ദിശാബോധത്തോടു കൂടിയുള്ള വിശദീകരണമാണ് ശശി തരൂർ നടത്തിയിട്ടുള്ളത്. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവരെയെല്ലാം കേരളത്തിലെ കോൺഗ്രസ് എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ തെളിവാണ്. അദ്ദേഹം കണക്കുകൾ പരിശോധിച്ച് വസ്തുതകൾ പരിശോധിച്ച് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു ലേഖനം വരികയുണ്ടായി. ഇത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെയും ചില കോൺഗ്രസ് നേതാക്കളെയും വല്ലാതെ അനവസരപ്പെടുത്തി. അപ്പോഴും തരൂരിന്റെ മോദിസ്തുതിയിൽ മൗനം പാലിക്കുകയാണ് CPM. മീഡിയ 1 തിരുവനന്തപുരം. സംസ്ഥാന നേതൃത്വം ഒന്നടങ്കം തള്ളിയിട്ടും വ്യവസായ വകുപ്പിനെ പുകഴ്ത്തിയ നിലപാട് മാറ്റാത്ത ശശി തരൂർ ലക്ഷ്യമിടുന്നത് ഉന്നതതല ഇടപെടൽ. കോൺഗ്രസ് ഹൈക്കമാൻഡിലെ ഉന്നതർ ബന്ധപ്പെടുമ്പോൾ തന്റെ പരിഭവങ്ങൾ ധരിപ്പിക്കാനുള്ള അവസരത്തിനായി കാത്തിരിക്കുകയാണ് തരൂർ. ചില ഫേസ്ബുക്ക് പ്രതികരണങ്ങളിലൂടെ മയപ്പെട്ടു എന്നതിന്റെ സൂചന തരൂർ നൽകിയെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ ലേഖനത്തിലെ നിലപാട് ആവർത്തിച്ചതോടെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം വെട്ടിലായി. പ്രതിപക്ഷത്തെ ആകെ രാഷ്ട്രീയമായി ദുർബലപ്പെടുത്തുന്നതാണ് തരൂരിന്റെ നീക്കങ്ങളെന്ന UDF ഘടകകക്ഷികൾക്കും അഭിപ്രായമുണ്ട്. ഇതുകൂടി മുന്നിൽ കണ്ടാണ് CPMന് മറുപടി എന്ന നിലയിൽ തരൂരിന്റെ വാദങ്ങളെ KPCC അധ്യക്ഷൻ തന്നെ തള്ളിയത്.
ഇനി കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരിട്ട് ഇടപെടണമെന്നാണ് KPCC നേതൃത്വത്തിന്റെ താൽപര്യം. മറുവശത്ത് തരൂർ ആവട്ടെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ തന്നോട് ഒരു കാര്യത്തിലും കൂടിയാലോചനകൾ സംസ്ഥാന നേതൃത്വം നടത്താത്തത് ആ ഘട്ടത്തിൽ ആയുധവുമാക്കും. പ്രവർത്തക സമിതി അംഗമെന്ന പരിഗണന പാർട്ടി പരിപാടികളിൽ കിട്ടുന്നില്ല. പ്രവർത്തക സമിതിയിലെ ക്ഷണിതാവിനും പ്രത്യേക ക്ഷണിതാവിനും കിട്ടുന്ന അംഗീകാരം പോലും KPCC നൽകുന്നില്ല. ഇന്ദിരാഭവനിൽ ഒരു ഓഫീസ് മുറി പോലും അനുവദിക്കാത്തതടക്കം നിരവധി പരിഭവങ്ങൾ സംസ്ഥാന നേതൃത്വത്തോട് തരൂരിനുമുണ്ട്. ദേശീയ നേതൃത്വത്തിനെതിരെയും തരൂരിന് പരാതികളുണ്ട്. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ പലപ്പോഴും കൂടിക്കാഴ്ചയ്ക്ക് സമയം നൽകാത്തതും തരൂരിനെ ചൊടിപ്പിക്കുന്നുണ്ട്. അതിനാൽ KC വേണുഗോപാലിനപ്പുറമുള്ള ഇടപെടലാണ് തരൂർ ലക്ഷ്യമിടുന്നത്. അതിനിടെ തരൂരിന്റെ വാക്കുകൾ മുഖ്യമന്ത്രി അടക്കം ഏറ്റെടുത്തതോടെ ഒരേ സമയം തരൂരിനും CPM-നും മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് UDF ആകെ എത്തി. മീഡിയ 1 തിരുവനന്തപുരം. മോദി ട്രംപ് കൂടിക്കാഴ്ചയിൽ നരേന്ദ്രമോദിയെ പ്രശംസിച്ച ശശി തരൂരിന്റെ പ്രസ്താവന തള്ളി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. മോദിയുടെ അമേരിക്കൻ യാത്ര ദുരന്തമെന്നാണ് കോൺഗ്രസ് നിലപാടെന്ന് കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനാഥ് മീഡിയ 1-നോട് പറഞ്ഞു. The official stand of the Congress party is very clear that Mr. Modi's trip to the United States was disastrous. The fact that the Prime Minister called the Adani probe as a personal തൃശൂർ ബാങ്ക് കൊള്ളക്കേസ് പ്രതി റിജോ ആന്റണിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുന്നു. ബാങ്കിലും റിജോ പണം നൽകിയവരുടെ വീടുകളിലും എത്തിച്ചാണ് തെളിവെടുപ്പ്. 12 ലക്ഷം രൂപ റിജോയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തി. കേസ് അന്വേഷണത്തിൽ വഴിത്തിരിവായത് റിജോയുടെ നാട്ടുകാരി നൽകിയ നിർണായക വിവരമാണ്. CCTV-യിൽ കണ്ടതിന് സമാനമായ ശരീരപ്രകൃതിയുള്ള ഒരാൾ പ്രദേശത്ത് താമസിക്കുന്നുണ്ടെന്നായിരുന്നു സ്ത്രീയുടെ മൊഴി. അഖിലുണ്ട് വിവരങ്ങൾ നൽകാനായി. അഖിൽ, ഇന്നിപ്പോൾ റിജോയെ എവിടേക്ക് എത്തിച്ചാണ് തെളിവെടുപ്പ്? ജൽസി, ഇന്നലെ രാത്രി തന്നെ 12:01 തന്നെ ഇർജോയുടെ വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. അവിടെ നിന്നുമാണ് ഈ 12 ലക്ഷം രൂപയും പ്രതി ഉപയോഗിച്ച ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം ഇന്ന് രാവിലെയാണ് ഈ ഉച്ചയ്ക്ക് 12 കൂടിയാണ് പ്രതിയുമായി ഈ പൈസ നൽകിയ അന്നനാടിലെ വീട്ടിലേക്ക്, അതായത് പ്രതി കടം വാങ്ങിയ പൈസ തിരികെ നൽകി 2,94,000 രൂപയാണ് നൽകിയിരുന്നത്. അത് തിരികെ നൽകിയ അന്നനാട്ടിലെ വീട്ടിലെത്തി ആ പൈസയും റിക്കവർ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോയത്. പിന്നീട് ഈ കവർച്ച നടത്തിയ ബാങ്കിലേക്ക് എത്തിച്ചു. ബാങ്കിലേക്ക് എത്തിയ ശേഷം ഈ പ്രതി കൃത്യമായി തന്നെ എങ്ങനെയാണ് കവർച്ച നടത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന് വിശദീകരിച്ച് നൽകുന്ന കാര്യമായിരുന്നു. വിശദീകരിച്ച് നൽകിയ ആ കാര്യങ്ങളൊക്കെ തന്നെ. അതിനുശേഷം പിന്നീട് ഇപ്പോൾ നേരെ ചാലക്കുടി പോലീസ് സ്റ്റേഷനിലേക്കാണ് പ്രതിയുമായി സംഘം എത്തിയിരിക്കുന്നത്. ഇനി വൈകുന്നേരം ഈ കോടതിയിൽ ഹാജരാക്കുന്നതിലേക്ക് മാത്രമാണ് കടക്കുന്നത് എന്ന വിവരമാണ് പോലീസ് നൽകുന്നത്. അതിനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് ഉള്ളത്. അതായത് ഇന്നലെ രാത്രി തന്നെ ഈ വീട്ടിലേക്കും, അതായത് ഇപ്പോൾ പകലും വീട്ടിലേക്ക് കൊണ്ടുപോയി തെളിവെടുപ്പ് ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി നടത്തിയത് കൊണ്ടും ഇനി തെളിവെടുപ്പ് നടത്തേണ്ടതില്ല. അതായത് ഇന്നലെ തന്നെ ഈ റിക്കവറി 12 ലക്ഷം രൂപ വീട്ടിൽ നിന്നും റിക്കവർ നടത്തുകയും പ്രതി ഈ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി അടുക്കളയിൽ നിന്ന് കണ്ടെത്തുന്നതടക്കം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ഇനി അതിൻ്റെ വീട്ടിലേക്കുള്ള ആവശ്യമില്ല എന്ന് കണക്കാക്കിയാണ് ചെയ്തത്. കാരണം പ്രതി ഈ വീടിൻ്റെ പുറകിൽ വെച്ചായിരുന്നു ഈ ധരിച്ചിരുന്ന ജാക്കറ്റും അതുപോലെ തന്നെ ഗ്ലൗസും ഒക്കെ വീടിന് പുറകിൽ കൂട്ടിയിട്ടായിരുന്നു കത്തിച്ചത്. അവിടെയൊക്കെ തന്നെ ഇന്നലെ രാത്രി എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ അന്നനാടിലെ വീട്ടിൽ കൊണ്ടുപോവുകയും അതിനുശേഷം ബാങ്കിലേക്ക് എത്തിച്ചുമാണ് പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇനി മറ്റ് നടപടിയിലേക്കാണ് കിടക്കുക. നമുക്കറിയാം, പട്ടാപ്പകൽ ഒരു നാടിനെ ആകെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു കവർച്ചയായിരുന്നു ഉണ്ടായിരുന്നത്. പട്ടാപ്പകൽ ഒരു 15 ലക്ഷം രൂപയായിരുന്നു പ്രതി കവർന്നത്. പക്ഷേ യാതൊരു തെളിവും പ്രതി അവശേഷിപ്പിച്ചിരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൃഷ്ണമണി, റെറ്റിനെ പോലും ഐഡന്റിഫൈ ചെയ്യാതിരിക്കാൻ ഗ്ലാസും അതുപോലെ തന്നെ ഒരു മുഖംമൂടിയും ഹെൽമെറ്റും ഒക്കെ ധരിച്ചായിരുന്നു പ്രതി ഉണ്ടായിരുന്നത്. അതിനുശേഷം പ്രതി ഉണ്ടായിരുന്നത് ഫിംഗർ പ്രിന്റ് ലഭിക്കാതിരിക്കാൻ ഗ്ലൗസ് ഒക്കെ ധരിച്ചിരുന്നു. അത്തരത്തിൽ ഒരു തെളിവും ഇല്ലാതിരുന്നിട്ട് പോലും പോലീസ് കൃത്യം 2-3 ദിവസം തന്നെ പ്രതിയിലേക്ക് എത്തുന്നു, പ്രതിയെ കസ്റ്റഡി എടുക്കുന്നു. അതിന് കൃത്യമായി പോലീസിന് സഹായകമായ CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്. ഏത് വലിയ കള്ളനും എത്ര കൃത്യമായ ഒരു ആസൂത്രണം നടത്തിയാലും എവിടെയെങ്കിലും ഒരു പാളി സംഭവിക്കും. ആ പാളിച്ച് സംഭവിച്ചത് ഷൂസിന്റെ രൂപത്തിലാണ്. ഒരു പക്ഷേ വണ്ടിയിൽ സഞ്ചരിക്കുമ്പോൾ ഷൂസൊന്നും അത്ര പെട്ടെന്ന് ശ്രദ്ധിക്കില്ല എന്നായിരിക്കും പ്രതി കരുതിയിരിക്കുക. പക്ഷേ പോലീസ് കൃത്യമായി ശ്രദ്ധിച്ച പ്രതിയുടെ ഷൂസ് ആയിരുന്നു. അത് കേന്ദ്രീകരിച്ച് ഈ CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയപ്പോൾ പ്രതി ഈ പേരാമ്പ്ര ഭാഗത്തേക്ക് പ്രതിയുടെ വീടിന്റെ പരിസരം വരെത്തി. അവിടെ രാവിലെ മുതൽ തന്നെ പരിശോധന നടത്തി. പക്ഷേ ഒന്നും കാര്യമായി കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനിടയിലാണ് പോലീസ് അവിടെ എത്തിയ ഒരു പ്രദേശവാസിയോട് ചോദിക്കുന്നത്, ഇത്തരത്തിൽ ശരീര ഒരു പ്രകൃതിയുള്ള ഈ വണ്ടി എൻഡോർക്ക് വാഹനത്തിൽ സഞ്ചരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പോഴാണ് ഈ കാണുന്ന വീട്ടിലുള്ള ആൾ അത്തരത്തിൽ ഒരു ശരീരപ്രകൃതി വണ്ടിയുമുള്ള ആളാണെന്ന് പറഞ്ഞു. പോലീസ് അവിടേക്ക് നേരെ കയറി ചെല്ലുമ്പോൾ കാണുന്നത് ഈ ഇത്ര നേരം നോക്കി വന്ന ആ ഷൂസായിരുന്നു. അതാണ് ഏറെ നിർണായകമായത്. പിന്നീട് പ്രതിയാണെന്ന് ഉറപ്പിക്കുകയും 6 മണിയോടുകൂടി തന്നെ റൂറൽ SP അടക്കമുള്ള ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്ത് വരികയും ചെയ്യുന്നു. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. 14,94,000 രൂപ റിക്കവർ ആയിട്ടുണ്ട്. 6,000 രൂപയാണ് പ്രതി മദ്യം ഉപയോഗിക്കാനും മറ്റുമായി ചെലവാക്കിയതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ജിൽസി.
സ്പോട്ട ബാങ്ക് കവർച്ചയുമായി ബന്ധപ്പെട്ട പ്രതിയുമായി വിവിധയിടങ്ങളിൽ തെളിവെടുപ്പ് നടത്തുകയാണ് പോലീസ്. വിവരങ്ങളാണ് കെ അഖിൽ നൽകിയത്. ചാലക്കുടി ബാങ്ക് കവർച്ചാ കേസിൽ പ്രതി റിൻഡോ ആന്റണി പിടിയിലാവുന്നത് പോലീസിന്റെ നിർണായക നീക്കത്തിലൂടെ. പ്രദേശവാസിയായ സ്ത്രീയുടെ മൊഴിയും മാറ്റാതിരുന്ന ഷൂമാണ് ആരും സംശയിക്കില്ലെന്നും പിടിക്കപ്പെടില്ലെന്നുമുള്ള ആത്മവിശ്വാസത്തിൽ കഴിഞ്ഞ പ്രതിക്ക് വലയൊരുക്കിയത്. ബാങ്ക് കൊള്ളയ്ക്കായുള്ള പഴുതടച്ച ആസൂത്രവും തയ്യാറെടുപ്പുകളും പ്രതി ഒരാഴ്ച മുമ്പേ തുടങ്ങി. കൊള്ളയ്ക്കായുള്ള ആദ്യ ശ്രമം 4 ദിവസം മുൻപ്. ബാങ്കിന് മുന്നിലൂടെ പോലീസ് വാഹനം പോകുന്നത് കണ്ട് അവസാന നിമിഷം ശ്രമം ഉപേക്ഷിച്ചു. തൊട്ടടുത്ത ദിവസം കാലാവധി കഴിഞ്ഞ ATM കാർഡുമായി ബാങ്കിലെത്തി പ്ലാൻ റീവർക്ക് ചെയ്തു. ബുധനാഴ്ച ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോണ പള്ളിയിലെ അമ്പു തിരുനാളിനിടെയാണ് സ്വന്തം സ്കൂട്ടറിൽ കൊണ്ടുപോകാൻ മറ്റൊരു നമ്പർ പ്ലേറ്റ് മോഷ്ടിച്ചത്. മോഷണത്തിനെത്തിയത് സ്കൂട്ടറിൽ റിയർ വ്യൂ മിറർ ഇല്ലാതെ. തിരക്കൊഴിഞ്ഞ സമയമെന്ന നിലയിലാണ് വെള്ളിയാഴ്ച തന്നെ മോഷണത്തിന് തിരഞ്ഞെടുത്തത്. 2-നും 2:30-ക്കും ഇടയിലുള്ള ജീവനക്കാരുടെ ഉച്ചഭക്ഷണ സമയവും നേരത്തെ മനസ്സിലാക്കി. 2:12-ന് ബാങ്കിനുള്ളിൽ കയറി. വെറും 3 മിനിറ്റിനുള്ളിലാണ് പണം കൊള്ളയടിച്ച് കടന്നത്. നേരെ പോയത് എറണാകുളം ഭാഗത്തേക്ക്. തിരികെ ഈടുവഴികളിലൂടെ തൃശൂർ ഭാഗത്തേക്ക് നീങ്ങി നാടുകുന്ന് ബസ് സ്റ്റോപ്പിലെത്തി. ജാക്കറ്റ് ഊരിമാറ്റി സ്കൂട്ടറിൽ കണ്ണാടി ഘടിപ്പിച്ചു. അവിടെ നിന്നും നേരെ വീട്ടിലേക്ക് പോകാതെ ചെറുകുന്ന്, ക്രഷർ വഴി, വാഴക്കുന്ന്, കാണിപ്പാറ എന്നീ സ്ഥലങ്ങൾ കറങ്ങി പഞ്ചായത്ത് കുളത്തിന് സമീപത്തു കൂടിയാണ് വീട്ടിലേക്ക് എത്തിയത്. ബാങ്കിൽ നിന്നും വീട്ടിലെത്താൻ പ്രതിക്ക് വേണ്ടത് 15 മിനിറ്റോളം സമയം. പക്ഷേ നാട് മുഴുവൻ കറങ്ങി പ്രതി എത്തിയത് 1 മണിക്കൂറിനുള്ളിൽ. കവർച്ചയെക്കുറിച്ച് അയൽക്കാർ ചർച്ച ചെയ്യുമ്പോൾ റിജോ ആന്റണി സജീവമായി പങ്കെടുത്തു. അവൻ ഏതെങ്കിലും കാട്ടിൽ ഒളിച്ചിരിപ്പുണ്ടാവുമെന്ന് കുടുംബയോഗത്തിലെ ചർച്ചയിൽ കമന്റ്. തുമ്പുകളൊന്നും അവശേഷിപ്പിക്കാതെ കവർച്ചയിൽ പ്രതിക്ക് തിരിച്ചടിയായത് മാറാതിരുന്ന ഷൂസാണ്. CCTVയിൽ കണ്ടതിന് രൂപസാദൃശ്യമുള്ള ഒരാൾ ഇവിടെ താമസമുണ്ടെന്ന നാട്ടുകാരുടെ മൊഴിയും അന്വേഷണ സംഘത്തെ അതിവേഗം റിജോ ആന്റണിയിലേക്ക് എത്തിച്ചു. മീഡിയ 1 തൃശൂർ. വയനാട് മുണ്ടക്കൈയിലെ പുനരധിവാസത്തിനായുള്ള ടൗൺഷിപ്പുകളുടെ തറക്കല്ലിടൽ അടുത്ത മാസം. പുനരധിവാസം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വൈകിട്ട് യോഗം ചേരും. ഭൂമി ഏറ്റെടുക്കൽ ഈ മാസം തന്നെ പൂർത്തിയാകുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. വയനാട് മുണ്ടക്കൈയിൽ 2 ടൗൺഷിപ്പുകൾ നിർമ്മിക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. ഊരാളുങ്കലിന് ചുമതലയും നൽകി. 1 വർഷത്തിനുള്ളിൽ പുനരധിവാസം പൂർത്തിയാക്കുമെന്നായിരുന്നു നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ പറഞ്ഞത്. മാർച്ച് മാസത്തിൽ ടൗൺഷിപ്പുകളുടെ തറക്കല്ലിടൽ നടത്താനാണ് സർക്കാർ ആലോചിക്കുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ടൗൺഷിപ്പുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്യും. പുനരധിവാസ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ റവന്യൂ മന്ത്രിയും ചീഫ് സെക്രട്ടറിയും ദുരന്ത നിവാരണ വകുപ്പ് മെമ്പർ സെക്രട്ടറിയും പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്രം അനുവദിച്ച 529 കോടി രൂപയുടെ വായ്പാ വിനിയോഗം യോഗത്തിൽ ചർച്ചയാകും. മാർച്ചിന് മുമ്പ് പണം ചെലവഴിക്കണമെന്നാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം. ഇതെങ്ങനെ നടപ്പാക്കാം എന്നതായിരിക്കും പ്രധാന ആലോചന. ടൗൺഷിപ്പിന് വേണ്ടിയുള്ള സ്ഥലമേറ്റെടുക്കൽ അവസാന ഘട്ടത്തിലാണെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. വിലനിർണ്ണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൂർത്തീകരിച്ച് ഈ മാസം അവസാനത്തോടെ എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കാമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. മീഡിയ 1 തിരുവനന്തപുരം. യുവനടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ നടൻ സിദ്ദിഖിനെതിരെ കുറ്റപത്രമൊരുങ്ങി. യുവനടി ഹോട്ടലിലെത്തിയ ദൃശ്യങ്ങളും സാക്ഷിമൊഴികളുമുള്ളതായി കുറ്റപത്രത്തിലുണ്ട്. ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് കുറ്റപത്രം തയ്യാറാക്കിയത്. പ്രമുഖ നടനും അമ്മയുടെ മുൻ ജനറൽ സെക്രട്ടറിയുമായിരുന്ന സിദ്ദിഖിനെതിരെ ഉയർന്ന പരാതികൾ ശരിവെക്കുന്ന കുറ്റപത്രമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. 2016 ജനുവരി 28-ന് തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് കേസ്. സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്താണ് യുവനടിയെ പീഡിപ്പിച്ചത് എന്നാണ് കുറ്റപത്രം. യുവതി ഹോട്ടലിൽ എത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു. സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂവിനെത്തിയപ്പോഴാണ് പീഡിപ്പിച്ചത്. പീഡനത്തിന് ഇരയായതിനു ശേഷം യുവതി എറണാകുളത്തെ ഡോക്ടറെ കണ്ടതിന്റെ തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുന്നതിന് മുൻപ് തന്നെ പീഡന വിവരം യുവതി പലരോടും പറഞ്ഞിരുന്നു. ഇവരുടെ മൊഴികളും കുറ്റപത്രത്തിൽ ചേർത്തിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് മേധാവിയുടെ അനുമതി ലഭിച്ചാൽ തിരുവനന്തപുരം CJM കോടതിയിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കും. മീഡിയ 1 തിരുവനന്തപുരം. ഓഫർ തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണനെ 2 ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. മൂവാറ്റുപുഴ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കസ്റ്റഡിയിൽ വിട്ടത്. കൊച്ചിയിലെ ഓഫീസിലടക്കം പ്രതി എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെ അറസ്റ്റ് പാടില്ലെന്ന് ഹൈക്കോടതി വാക്കാൽ നിർദ്ദേശം നൽകി. പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്കും പരോളിനായി നീക്കം. 2 പ്രതികൾ പരോളിനായി സർക്കാരിന് അപേക്ഷ നൽകി. ശിക്ഷ വിധിച്ച് 1 മാസം പൂർത്തിയാകുന്നതിന് മുൻപാണ് പരോളിനായി അപേക്ഷ സമർപ്പിച്ചത്. പരോളിനായുള്ള നീക്കം ചെറുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പത്തനംതിട്ടയിൽ CITU പ്രവർത്തകൻ ജിതിനെ കൊലപ്പെടുത്തിയ കേസിൽ 3 പ്രതികൾ പിടിയിൽ. മുഖ്യപ്രതി വിഷ്ണു ഉൾപ്പെടെ 5 പ്രതികളാണ് പിടിയിലാകാനുള്ളത്. രാഷ്ട്രീയ കൊലയല്ലെന്ന് പോലീസ് വ്യക്തമാക്കുമ്പോൾ കൊലപാതകം നടന്ന സമയം ജിതിനൊപ്പമുണ്ടായിരുന്ന വിഷ്ണുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 8 പ്രതികളാണ് കേസിലുള്ളത്. അഖിൽ, ശരൺ, ആരോമൽ എന്നീ പ്രതികളാണ്
നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ജിതിനെ കുത്തിയ മുഖ്യപ്രതി തുടരുകയാണ്. പോലീസ് എഫ്ഐആറിൽ കൊലപാതകത്തിന് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളുണ്ടെന്ന് പരാമർശമില്ല. യുവാക്കൾ തമ്മിലുണ്ടായ അടിപിടി കൊലപാതകത്തിൽ കലാശിച്ചുവെന്നാണ് എഫ്ഐആറിലുള്ളത്. CITU പ്രവർത്തകനായ ജിതിനെ കൊലപാതകത്തിന്റെ ആരോപണം. മരിച്ച ജിതിനടക്കമുള്ള ആളുകൾ അവരുമായി BJP RSS പ്രവർത്തകരാണ് വാക്ക് തർക്കത്തിലും സംഘർഷത്തിലും ഏർപ്പെട്ടത്. അതിനെ തുടർന്നാണ് ജിതിൻ മരണത്തിന് കീഴടങ്ങിയത്. CPM ആരോപണം തള്ളിയ BJP ജില്ലാ പ്രസിഡന്റ് VA സൂരജ് പ്രതികളിൽ ആരും RSS BJP ബന്ധമുള്ളവരല്ലെന്നും പറഞ്ഞു. ഒരു പാർട്ടി പ്രവർത്തകനും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. വെറുതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുകളിൽ ഇത് കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജിതിന്റെ കൊലപാതകത്തെ തുടർന്ന് സംഘർഷത്തിന് സാധ്യതയാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. മുഴുവൻ പ്രതികളെയും ഉടനടി പിടികൂടാനുള്ള നീക്കത്തിലാണ് പോലീസ്. മീഡിയ 1 പത്തനംതിട്ട. പത്തനംതിട്ടയിൽ BJP ഭീതിജനകമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജില്ലയിൽ RSS BJP പ്രവർത്തകർ CPMലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് തടയിടാനാണ് BJPയുടെ നീക്കം. കൊലപാതക രാഷ്ട്രീയം കൊണ്ട് ആരും രക്ഷപ്പെടാൻ പോകുന്നില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതിന് തടയിടാൻ അവർ കണ്ടെത്തിയ മാർഗമാണ് യഥാർത്ഥത്തിൽ കൊലപാതക രാഷ്ട്രീയം. സംഘടനാ രംഗത്ത് സജീവമായി നിൽക്കുന്ന ചുമട്ടുമേഖലയെ ഏറ്റവും കൊലപ്പെടുത്തിയിട്ടുണ്ട്. പെരിയ ഇരട്ടക്കൊല കേസിലെ പ്രതികൾക്കും പരോളിനായി നീക്കം. 2 പ്രതികൾ പരോളിനായി സർക്കാരിന് അപേക്ഷ നൽകി. ശിക്ഷ വിധിച്ച് 1 മാസം പൂർത്തിയാകുന്നതിന് മുൻപാണ് പരോളിനായി അപേക്ഷ സമർപ്പിച്ചത്. പരോളിനായുള്ള നീക്കം ചെറുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ശരത് ലാൽ കൃപേഷ് വധക്കേസിലെ പ്രതികൾക്കാണ് പരോൾ നൽകാൻ നീക്കം നടത്തുന്നത്. 8ാം പ്രതി സുബീഷ്, 15ാം പ്രതി സുരേന്ദ്രൻ എന്നിവർ പരോളിനായി അപേക്ഷ നൽകി. ജനുവരി 21-ന് സുബീഷും ജനുവരി 22-ന് സുരേന്ദ്രനും നൽകി. പ്രതിക്ക് ജയിൽ കമ്മിറ്റി അംഗമായ P ജയരാജൻ ജയിലിലെത്തി പ്രതികളെ കണ്ടിരുന്നു. ജയിൽ കമ്മിറ്റിയാണ് പരോൾ അപേക്ഷ പരിഗണിക്കുക. കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ടവരുടെ വീടുകൾ CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ച് പിന്തുണയും അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പരോളിന് നീക്കം തുടങ്ങിയത്. പാർട്ടി അംഗങ്ങൾ 500 രൂപ വെച്ചും സഹകരണ ജീവനക്കാർ 1 ദിവസത്തെ വേതനവും പെരിയ കേസ് പ്രതികളെ സഹായിക്കാൻ നൽകാൻ CPM ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ചിരുന്നു. പ്രതികളെ പുറത്തിറക്കാനുള്ള CPM നീക്കത്തിനെതിരെ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും രക്ഷിതാക്കൾ രംഗത്ത് വന്നു. TP വധക്കേസിലെ പ്രതികൾക്ക് ചട്ടം മറികടന്ന് പരോൾ അനുവദിച്ചതിന് സമാനമായി ശരിയാണെങ്കിൽ കേരളത്തിലെ ഒടിയ ക്രിമിനലുകൾക്ക് ഗവൺമെന്റ് പ്രോത്സാഹനം കൊടുക്കുക. അതിനെതിരെ ഞങ്ങൾ ശക്തമായി പെരിയ ഇരട്ടക്കൊലക്കേസിൽ ജനുവരി 3-നായിരുന്നു 10 പ്രതികൾക്ക് എറണാകുളം CBI കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. ഇപ്പോൾ കിട്ടിയൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ആശാ വർക്കർമാരുടെ സമരത്തിൽ പോലീസ് കേസെടുത്തു. പൊതുവഴി കൂട്ടം കൂടി തടഞ്ഞതിനാണ് കേസെടുത്തത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സമരസമിതി നേതാക്കൾക്ക് കന്റോൺമെന്റ് പോലീസ് നിർദ്ദേശം നൽകി. മുഹമ്മദ് ആഷിഖുണ്ട് വിവരങ്ങൾ നൽകാൻ. സർക്കാർ ഇപ്പോൾ കേസുമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. കൂട്ടം കൂടിയതിനാണ് പൊതുവഴി തടഞ്ഞതിന് കൂടെ കേസെടുത്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ്. എപ്പോഴാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്? 8 ദിവസമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാ വർക്കർമാർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്ത് വരികയാണ്. എന്നാൽ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന ആരോപണം ആശാ വർക്കർമാർ ഉന്നയിക്കുന്ന ഘട്ടത്തിലാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. സമരസമിതി നേതാക്കൾക്കെതിരെയാണ് കേസ്. സമരത്തിന് നേതൃത്വം നൽകുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറി മിനി എസിനെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. പൊതുവഴി തടസ്സപ്പെടുത്തി കൂട്ടം കൂടി പൊതുവഴി തടസ്സപ്പെടുത്തിയതാണ് കേസ്. കേരള പോലീസ് ആക്ടിലെ വിവിധ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് കേസെടുത്തിട്ടുള്ളത്. ഈ കേസ് പ്രകാരം 48 മണിക്കൂറിനകം ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കന്റോൺമെന്റ് പോലീസ് ഇപ്പോൾ മിനിമം എസിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ വിവിധ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഏതായാലും കേസുമായി മുന്നോട്ട് പോകാനുള്ള നീക്കമാണ് സർക്കാർ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് നിർദ്ദേശമനുസരിച്ച് ഹാജരാകുമെന്ന് സമരസമിതി നേതാക്കൾ അറിയിച്ചു. ശരി, 8 ദിവസമായി സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നു. പൊതുവഴി തടഞ്ഞ് കൂട്ടം കൂടി നിന്നതിനാണ് കേസെടുത്തിരിക്കുന്നത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ വിമർശിച്ച അമ്മ ഭാരവാഹി JN ചേർത്തലയ്ക്ക് വക്കീൽ നോട്ടീസ്. സംഘടനയ്ക്കെതിരെ JN നടത്തിയ തെറ്റായ പരാമർശങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ആവശ്യം. താരങ്ങളെ നിർമ്മാതാക്കൾക്ക് ഭയമാണെന്നും പ്രശ്നം പരിഹരിക്കാതെ പിന്മാറില്ലെന്നും നിർമ്മാതാവ് G സുരേഷ് കുമാർ പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിർമ്മാതാക്കളുടെ സംഘടന അവർ കഴിഞ്ഞ വർഷം നമ്മുടെ വന്നിട്ട് പറയുകയാണ് അവരുടെ സംഘടനയ്ക്ക് ഒരു ഓഫീസ് വേണം, ഒരു കെട്ടിടം പണിയണം, അതിന് പൈസ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ അമ്മ തന്നെയാണ് 1 കോടി രൂപ അവർക്ക് കൊടുത്തത്.
ഈ പരാമർശങ്ങൾ വ്യാജവും സംഘടനയെ അവഹേളിക്കുന്നതുമാണെന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നിലപാട്. അമ്മയ്ക്ക് 1 കോടി രൂപ നൽകാനില്ല. ഖത്തർ ഷോയ്ക്ക് മോഹൻലാൽ സ്വന്തം ചിലവിലല്ല വന്നത്. പരാമർശങ്ങൾ പിൻവലിച്ച് ജയൻ ചേർത്തല മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടാണ് സംഘടന വക്കീൽ നോട്ടീസ് അയച്ചത്. അമ്മയ്ക്കും താരങ്ങൾക്കുമെതിരെ നിലപാടാവർത്തിച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജി സുരേഷ് കുമാർ വീണ്ടും രംഗത്തുവന്നു. നിർമ്മാതാക്കൾക്ക് താരങ്ങളെ ഭയമാണെന്നും തനിക്ക് അത്തരം ഭയങ്ങളില്ലെന്നും സുരേഷ് കുമാർ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. പരാജയപ്പെട്ട സിനിമകൾ കോടികൾ നേടിയെന്ന സംവിധായകരും താരങ്ങളും കളവ് പറയുന്നത് മൂലം അന്വേഷണ ഏജൻസികളുടെ പരിശോധന നിർമ്മാതാക്കൾക്ക് നേരിടേണ്ടി വന്നു. പ്രശ്നം പരിഹരിച്ചിട്ടേ താൻ പിൻവാങ്ങുമെന്ന മുന്നറിയിപ്പും നൽകിയാണ് സുരേഷ് കുമാറിന്റെ ലേഖനം അവസാനിപ്പിക്കുന്നത്. പ്രശ്നപരിഹാരത്തിനായി നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ തുടരുകയാണ്. ഫിലിം ചേംബറും നിർമ്മാതാക്കളുടെ സംഘടനയും തമ്മിൽ ഈ മാസം 24-ന് ചർച്ച നിശ്ചയിച്ചിട്ടുണ്ട്. മീഡിയ 1 കൊച്ചി. ഓഫർ തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണനെ 2 ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. മൂവാറ്റുപുഴ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കസ്റ്റഡിയിൽ വിട്ടത്. കൊച്ചിയിലെ ഓഫീസിലടക്കം പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെ അറസ്റ്റ് പാടില്ലെന്ന് ഹൈക്കോടതി വാക്കാൽ നിർദ്ദേശം നൽകി. ഓഫർ തട്ടിപ്പ് കേസിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങളിലും അനന്തുവിന്റെ മൊഴിയിലും വ്യക്തത വരുത്തുകയാണ് ക്രൈംബ്രാഞ്ചിന്റെ ലക്ഷ്യം. കൊട്ടി കേന്ദ്രീകരിച്ച് 20,163 പേരിൽ നിന്ന് 60,000 രൂപ വീതവും 4,035 പേരിൽ നിന്ന് 56,000 രൂപയും അനന്തു വാങ്ങിയെന്നും അനന്തുവിന്റെ വിവിധ അക്കൗണ്ടുകളിലേക്ക് 143 കോടി രൂപ വന്നെന്നുമാണ് കസ്റ്റഡി അപേക്ഷയിൽ ക്രൈംബ്രാഞ്ച് സൂചിപ്പിച്ചിരിക്കുന്നത്. അനന്തുവിന്റെ കടവന്ത്രയിലുള്ള സോഷ്യൽ ബീവഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിലെ 11 അക്കൗണ്ടുകൾ വഴി 548 കോടി രൂപ എത്തിയതായും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് അനന്തുകൃഷ്ണനും പ്രതികരിച്ചു. കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെ അറസ്റ്റ് പാടില്ലെന്ന് ഹൈക്കോടതി വാക്കാൽ നിർദ്ദേശം നൽകി. ലാലി വിൻസെന്റിന്റെ പങ്ക് എന്തെന്ന് വ്യക്തമാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടോണി സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിൽ വാങ്ങിയ അനന്തുവിനെ കൊച്ചിയിലെ ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്യും. ഇതിനുശേഷം വിവിധ ഇടങ്ങളിലെത്തിച്ച് തെളിവെടുപ്പും നടത്തും. ഇതിനിടെ കണ്ണൂരിൽ തട്ടിപ്പിനിരയായ സ്ത്രീകൾ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 ഇടുക്കി. ഹോക്കി അസോസിയേഷന് സർക്കാർ സഹായം കിട്ടിയിട്ടില്ലെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽകുമാറിന്റെ വാദം തള്ളി കായിക വകുപ്പ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 56 ലക്ഷം രൂപ അസോസിയേഷന് നൽകിയെന്ന് രേഖകൾ പുറത്തുവിട്ട് കായിക വകുപ്പ് വ്യക്തമാക്കി. കഴിഞ്ഞ സാമ്പത്തിക വർഷം 6 ലക്ഷം രൂപയാണ് അസോസിയേഷന് നൽകിയത്. ദേശീയ ഗെയിംസ് ഒരുക്കങ്ങൾക്കായി അസോസിയേഷനുകൾക്ക് 68 ലക്ഷം രൂപ നൽകിയിട്ടുണ്ടെന്ന് കായിക വകുപ്പ് വ്യക്തമാക്കുന്നു. കൊയിലാണ്ടിയിൽ ഉത്സവത്തിനിടെ ആന ഇടഞ്ഞതിൽ വനം വകുപ്പ് കൂടുതൽ പരിശോധനകളിലേക്ക് കടന്നു. പീതാംബരന് മദപ്പാട് അടുക്കുന്ന സമയത്താണോ എഴുന്നള്ളിപ്പിന് എത്തിച്ചതെന്നാണ് വനം വകുപ്പ് പരിശോധിക്കുന്നത്. രക്തസാമ്പിൾ രാസപരിശോധനയ്ക്ക് അയച്ചു. അപകടത്തിൽ മരിച്ച 3 പേരുടെ കുടുംബാംഗങ്ങൾക്കുള്ള ധനസഹായം ദേവസ്വം മന്ത്രി വി എൻ വാസവൻ വീട്ടിലെത്തി നൽകി. മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ ചികിത്സിക്കാനുള്ള കൂടിന്റെ നവീകരണം ആരംഭിച്ചു. അരിക്കൊമ്പനായി നിർമ്മിച്ച കൂടാണ് നവീകരിക്കുന്നത്. ഇന്ന് തന്നെ കൂടിന്റെ നവീകരണം പൂർത്തിയായാൽ നാളെ ദൗത്യം ആരംഭിക്കും. ദൗത്യത്തിനുള്ള 3 ആനകളും അതിരപ്പിള്ളിയിലെത്തി. ഡോക്ടർ അരുൺ സഖറിയയും സംഘവും ഇന്ന് രാത്രി അതിരപ്പിള്ളിയിലെത്തും. നിലവിൽ എരിച്ചാണിയിലെ പ്ലാന്റേഷൻ തോട്ടത്തിൽ നിലയുറപ്പിച്ചിട്ടുള്ള ആനയെ വനംവകുപ്പ് നിരീക്ഷിച്ചു വരികയാണ്. ആനയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയില്ല. ഇനി മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. തൃശൂർ മാളയിൽ ഭാര്യയെ മക്കളുടെ കൺമുന്നിൽ വെട്ടിക്കൊന്നു. കൊല്ലപ്പെട്ടത് അഷ്ടമിച്ചിറ സ്വദേശി വി ശ്രീഷ്മമോൾ. ഭർത്താവ് വാസൻ കസ്റ്റഡിയിൽ. ഇടുക്കി ഈട്ടിത്തോപ്പിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ അപകടം. ഇരട്ടയാർ കാറ്റാടി സ്വദേശി മേരി എബ്രഹാം മരിച്ചു. 4 പേർക്ക് പരിക്ക്. മലപ്പുറം തെന്നലയിൽ 7 വയസ്സുകാരന് നേരെ പാഞ്ഞെടുത്ത് തെരുവുനായക്കൂട്ടം. കുട്ടി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. തൃശൂർ പെരുമ്പിലാവിൽ ബാറിൽ സംഘർഷം. യുവാവിന്റെ തലയ്ക്ക് പരിക്ക്. മർദ്ദിച്ചത് സെക്യൂരിറ്റി ജീവനക്കാരെന്ന് യുവാവ്. തിരുവല്ല സ്റ്റാൻഡിൽ നിന്ന് KSRTC ബസ് കടത്താൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് ആഞ്ഞിലിത്താനം സ്വദേശി ജബിൻ. കോട്ടയത്തെ നഴ്സിംഗ് കോളേജിലെ റാഗിംഗിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരത്ത് KSU മാർച്ച് നടത്തുകയാണ്.
റോഡാരെ അവകാശമല്ലല്ലോ. തിരുവനന്തപുരത്ത് ആർഷയ്ക്ക് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. ആർഷയ്ക്ക് നിലവിൽ വലിയ സംഘർഷത്തിലേക്ക് പോവുകയാണോ മാർച്ച്? സ്നേഹ, കടുത്ത സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യമാണ് നിലവിൽ സെക്രട്ടേറിയറ്റ് പടിക്കലുള്ളത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അല്പനേരം മുമ്പായിരുന്നു KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന്റെ നേതൃത്വത്തിലുള്ള KSU പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ചിന്റെ ആദ്യഘട്ടത്തിന് ശേഷം പിന്നീട് അതൊരു സംഘർഷത്തിലേക്ക് കടക്കുകയായിരുന്നു. ബാരിക്കേഡ് തകർക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ ജലപീരങ്കി പ്രയോഗിച്ചു പോലീസ്. പിന്നീട് അതിന്റെ തുടർച്ച രണ്ടാം ഘട്ടവും ജലപീരങ്കി പ്രയോഗിച്ചതോടെ പ്രവർത്തകർ അക്രമാസക്തമാവുകയായിരുന്നു. ചുറ്റും സുരക്ഷയ്ക്കായി നിർത്തിയിരുന്ന പോലീസുകാർക്ക് നേരെ ഇരച്ചാർക്കുകയും തുടർന്ന് പോലീസുകാരും പ്രവർത്തകരും KSU പ്രവർത്തകരും തമ്മിലൊരു സംഘർഷമുണ്ടാക്കുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് കനത്ത സംഘർഷത്തിലേക്ക് പോകുന്ന ഒരിടമുണ്ടായി. പിന്നീട് നേതൃത്വം അലോഷ്യസ് സേവ്യർ അടക്കമുള്ള നേതൃത്വം ഇടപെട്ട് ഈ സംഘർഷം ഒരു ചെറിയ രീതിയിൽ ഒതുക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത്. പിന്നീട് അലോഷ്യസ് സേവ്യറിന്റെ നേതൃത്വത്തിൽ തന്നെ പോലീസുകാർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇപ്പോൾ വീണ്ടും ഒത്തുകൂടുന്ന സെക്രട്ടേറിയറ്റിന്റെ സമരഗേറ്റിന് മുൻപിൽ ഒത്തുകൂടുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. വീണ്ടും ഈ ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമമാണ് KSU പ്രവർത്തകർ നടത്തുന്നത് എന്നുള്ളതാണ്. ക്യാമ്പസുകളിലെ ഡ്രഗ്സ് റാഗിംഗ് മാഫിയക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇന്നത്തെ സമര പ്രഖ്യാപനം. മറ്റ് SFI DYFI അടക്കമുള്ള നേതൃത്വത്തിന് എതിരെ കേസെടുക്കാത്ത പോലീസ് നടപടിയിൽ അപലപിച്ചുകൊണ്ടുകൂടിയായിരുന്നു ഇന്നത്തെ KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സമരം പ്രഖ്യാപിച്ചിരുന്നത്. വലിയ സന്നാഹം സമരപ്രഖ്യാപനം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വലിയ പോലീസ് സന്നാഹം ഇവിടെ ഒരുക്കിയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വീണ്ടും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. സമരഗേറ്റിന് മുന്നിൽ ഒരുക്കിയിട്ടുള്ള ബാരിക്കേഡ് തകർക്കാനുള്ള KSU പ്രവർത്തകരുടെ ശ്രമത്തെ തുടർന്ന് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. ഇത് മൂന്നാം തവണയാണ് ജലപീരങ്കി പ്രവർത്തകർക്ക് നേരെ പ്രയോഗിക്കുന്നത്. ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞ ശേഷം ജലപീരങ്കിക്ക് നേരെ പ്രവർത്തകർ സംഘടിക്കുന്നതാണ്. പല പ്രവർത്തകരും ജലപീരങ്കിക്ക് മുകളിൽ വലിച്ചു കയറിയിട്ടുള്ള ജലപീരങ്കി തകർക്കാൻ അടക്കമുള്ള സംഘർഷ സമാനമായ സാഹചര്യം ഉണ്ടാവുകയാണ് എന്നുള്ളതാണ്. വലിയ സംഘർഷ സമാനമായ സാഹചര്യത്തിലേക്ക് സമരവും പ്രതിഷേധവും കടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമര പ്രഖ്യാപനം നടത്തി. ഇപ്പോൾ ജലപീരങ്കിക്ക് മുകളിൽ കയറിയ പ്രവർത്തകരെ താഴെ ഇറക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. അടുത്ത സുരക്ഷാ സന്നാഹങ്ങൾ പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ ഒരുക്കിയിരുന്നു. സംഘർഷം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരുക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ അതിനെല്ലാം നിഷ്പ്രഭമാക്കുന്ന തരത്തിലേക്ക് ഈ സമരത്തിന്റെ ഒരു സ്വഭാവം മാറിയിട്ടുണ്ട്. ഇപ്പോൾ പ്രതിഷേധക്കാർ KSU പ്രവർത്തകർ ഈ ജലപീരങ്കിക്ക് സമീപം സംഘടിച്ചിരിക്കുകയാണ് എന്നുള്ളത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഈ ഏറ്റുമുട്ടലിന്റെ രംഗത്ത് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറും ഉണ്ട് എന്നുള്ളതാണ്. പോലീസിനോട് നേരിട്ട് ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് സംഘടനാ നേതൃത്വം തന്നെ മാറിയിട്ടുണ്ട് എന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പരസ്പരം ഏറ്റുമുട്ടുന്ന രീതിയിലോട്ടാണ് ഉള്ളത്. ഹെൽമറ്റും
ബാരിക്കേഡുകൾ അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പോലീസുകാരും മുൻകരുതലായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഏതായാലും പോലീസുകാരും പ്രവർത്തകരും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ്. അത് സംഘർഷത്തിന് ഒരു അയവ് വരുന്ന ഒരു സാഹചര്യം ഉണ്ട്. കനത്ത സംഘർഷം ഉണ്ടാകാത്ത രീതിയിലോട്ട് KSU നേതൃത്വവും അതിൻ്റെ ഒരു ഇടപെടൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് അടുത്ത ഘട്ടം എന്നുള്ളത്. ഒരുപക്ഷെ അല്പനേരം കൂടി സമരം ഉണ്ടാകുമായിരിക്കും. അതിനുശേഷമായിരിക്കും അറസ്റ്റ് ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക. അതിനുള്ള പൂർണ്ണമായ ഒരുക്കവും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കുള്ള KSU മാർച്ചിൽ വലിയ സംഘർഷമാണ് ഉണ്ടാകുന്നത്. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അലോഷ്യസ് സേവിയറിന്റെ നേതൃത്വത്തിലുള്ള KSU പ്രവർത്തകരാണ് മാർച്ച് നടത്തുന്നത് സെക്രട്ടേറിയറ്റിലേക്ക്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ KSU മാർച്ച് നടന്നിരുന്നു. അതിൽ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ബാരിക്കേഡ് മറിച്ചിടാനടക്കമുള്ള ശ്രമങ്ങൾ സമരക്കാരുടെ പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അലോഷ്യസ് സേവ്യറിന്റെ നേതൃത്വത്തിലുള്ള KSU പ്രവർത്തകരാണ് പ്രതിഷേധിക്കുന്നത്. റാഗിംഗ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചാണ് KSUവിന്റെ പ്രതിഷേധം. ആഷിഖ് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ആഷിഖ്, പോലീസും പ്രതിഷേധക്കാരും തമ്മിലുള്ള ഉന്തും തള്ളുമൊക്കെയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. നിലവിലെ സാഹചര്യം എന്താണ്? നിലവിൽ സംഘർഷത്തിന് താൽക്കാലികമായ ഒരു അയവ് വന്നിട്ടുണ്ട്. പോലീസും പ്രവർത്തകരും KSU പ്രവർത്തകരും നേരിട്ടേറ്റുന്ന സാഹചര്യം നിലവിൽ ഒഴിവായിട്ടുണ്ട് എന്ന് പറയാം. എന്നാൽ സമരക്കാർ ഇതേവരെ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. വീണ്ടും സമരഗേറ്റിന് മുൻപിൽ തമ്പടിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളികളുടെ പ്രതിഷേധം കടുപ്പിക്കാനുള്ള ഒരു ശ്രമം KSU പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഉണ്ട്. പലരും ബാരിക്കേഡുകൾക്ക് മുകളിൽ കയറി നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം വീണ്ടും ആവർത്തിക്കുകയാണ്. ഒരുപക്ഷെ ഈ തരത്തിൽ ഇത് ശക്തമായി തുടരുകയാണെങ്കിൽ വീണ്ടും പോലീസിന് ജലപീരങ്കി പ്രയോഗിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. പോലീസ് വലിയ സംയമനം പാലിച്ചുകൊണ്ടുള്ള ഇടപെടലാണ് സമരക്കാർക്ക് നേരെ സ്വീകരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്ന് തോന്നുന്നു. വലിയ സംഘർഷം ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഏതായാലും മുദ്രാവാക്യം വിളികളോടുകൂടി KSU പ്രവർത്തകർ സമരം തുടരുകയാണ്. ഒരുപക്ഷെ കുറച്ചു നേരം കൂടി സമരം തുടർന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കും എന്നുള്ളതാണ്. വിവിധ പ്രശ്നങ്ങൾ ഈ നിലവിലെ സാഹചര്യത്തിൽ, രാഷ്ട്രീയ സാഹചര്യത്തിൽ ക്യാമ്പസുകളുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവിധ പ്രശ്നങ്ങൾ ഉയർത്തിക്കാണിച്ചുകൊണ്ടായിരുന്നു KSUയുടെ സമരം എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടുകൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ, പ്രത്യേകിച്ച് ഗവൺമെന്റ് ഹോസ്റ്റലുകളിൽ റാഗിംഗ്, ലഹരി മാഫിയകൾ വ്യാപകമാകുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്തരം മാഫിയകളെ നിയന്ത്രിക്കാനുള്ള ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരപ്രഖ്യാപനവും വലിയ സംഘർഷത്തിലേക്ക് നയിക്കുന്ന ഈ പ്രതിഷേധവുമൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ വീണ്ടും ഒരു വട്ടം കൂടി ജലപീരങ്കി പോലീസ് പ്രയോഗിച്ചിരിക്കുന്നു. ആകെ 4ാം തവണയാണ് ഇത് ജലപീരങ്കി പോലീസ് പ്രയോഗിക്കുന്നത്. പ്രവർത്തകരെ നിയന്ത്രിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി വിവിധ ഘട്ടങ്ങളിൽ ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. വീണ്ടും സമരഗേറ്റിന്റെ മുൻപിൽ നിന്ന് പ്രവർത്തകർ തിരിച്ച് ജലപീരങ്കിക്ക് അടുത്തേക്ക്, വരുൺ എന്ന പേരുള്ള ജലപീരങ്കിക്ക് അടുത്തേക്ക് എത്തുകയും ജലപീരങ്കിക്ക് മുമ്പിൽ പോലീസുകാരോട് പ്രതിഷേധ സമാനമായി മുദ്രാവാക്യങ്ങൾ മുഴക്കുകയുമാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. സംഘർഷം തുടരാനുള്ള ഒരു സാഹചര്യം ഈ തരത്തിൽ ആണെങ്കിൽ മുന്നോട്ട് പോകുന്നുണ്ട്. തുടർന്നും സംഘർഷങ്ങൾ ഉണ്ടാകും. പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം വീണ്ടും സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഈ സമയത്ത് ഈ പ്രദേശത്തുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കേണ്ടതാണ് എന്ന് തോന്നുന്നു. MG റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ തന്നെ നേരത്തെ അറിയിച്ചുകൊണ്ടുള്ള സമരമാണ് എന്നതിനാൽ തന്നെ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ
സംവിധാനങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ ഈ പ്രദേശത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും പോലീസുകാരും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. പ്രവർത്തകർ തങ്ങളുടെ പ്രതിഷേധം അത്രയും ഈ വരുൺ എന്ന് പേരിട്ടിരിക്കുന്ന ജലപീരങ്കിക്ക് നേരെ ഉയർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരം. അതിനെ തടയാൻ പോലീസുകാരും ശ്രമിക്കുന്നു എന്നുള്ളതാണ്. കടുത്ത മുദ്രാവാക്യം വിളികളോടുകൂടി ഈ ജലപീരങ്കിക്ക് നേരെ ആഞ്ഞെടുക്കുകയാണ് പ്രവർത്തകർ. അവരെ തടയാനുള്ള പോലീസിന്റെ ശ്രമം സ്വാഭാവികമായും സംഘർഷത്തിന് വഴിവെക്കുന്നു എന്നുള്ള കാഴ്ച കാണാം. പലരും KSUവിന്റെ കൊടി ഉയർത്തിക്കൊണ്ട് ഒരു പ്രവർത്തകൻ ജലപീരങ്കിക്ക് മുകളിൽ വലിഞ്ഞു കയറി കൊടി ഉയർത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. അത് തടയാൻ പോലീസും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സമരത്തിന്റെ ആ വീര്യം അത്രയും പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഷേധത്തിൽ കാണാൻ. കടുത്ത സമരവീര്യത്തിൽ തന്നെയാണ് ഓരോ പ്രവർത്തകരും. അതിന്റെ രോഷം, ആ സമരത്തിന്റെ രോഷം അത്രയും ഈ സംഘർഷത്തിൽ വ്യക്തമാണ് എന്നും പറയേണ്ടി തന്നെ വരും. പോലീസുകാർ സമരക്കാരെ നിയന്ത്രിക്കാൻ കടുത്ത ശ്രമത്തിലാണ്. പല രീതിയിൽ ബാരിക്കേഡുകളടക്കം ഉപയോഗിച്ചുകൊണ്ട് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും സമരവീര്യമൊട്ടും ചോരാതെ കടുത്ത പ്രതിഷേധത്തിൽ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പോലീസിന് നേരെ ആഞ്ഞെടുക്കുന്ന കാഴ്ച ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഒരു നീലക്കൊടി, ഒരു KSUവിന്റെ നീലക്കൊടി വരുണെന്ന് പേരിട്ടിരിക്കുന്ന ജലപീരങ്കിക്ക് മുകളിൽ ഉയർത്തി ആ പ്രവർത്തകൻ താഴേക്ക് മാറിയിട്ടും ഉള്ളതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്ന് തോന്നുന്നു. ഏതായാലും പ്രവർത്തകർ വീണ്ടും തമ്പടിക്കുകയാണ്. സംഘർഷം പതിയെ അയയുന്നു. അടുത്ത ഘട്ടം എന്ന നിലയിൽ തൊട്ടടുത്ത് ഇപ്പോൾ മറ്റൊരിടത്ത് സമരഗേറ്റിന്റെ മറ്റൊരിടത്ത് പോലീസുകാരും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. മറ്റ് പോലീസുകാർ ക്യാമ്പ് ചെയ്യുന്ന ഭാഗമാണ് സമരഗേറ്റിന്റെ വലതു സൈഡ്. അവിടെ പ്രവർത്തകർ എത്തുകയും KSU പ്രവർത്തകർ എത്തുകയും പോലീസും KSU പ്രവർത്തകരും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാകുന്ന കാഴ്ചയാണ്. അവിടേക്ക് മറ്റു പ്രവർത്തകർ കൂടി തമ്പടിച്ചെത്തുന്നു. പിന്നീട് സംഘർഷം ഒന്ന് അയവ് വരുന്നതോടെ മുദ്രാവാക്യം വിളികളോടുകൂടി വീണ്ടും പ്രവർത്തകർ സംഘടിക്കുകയാണ്. ഒത്തുചേർന്ന് മുദ്രാവാക്യം വിളികളോടുകൂടി സമരഗേറ്റിന് മുമ്പിൽ വീണ്ടും എത്തുന്നു. ഒരുപക്ഷെ ഇനിയും ഒരു തവണ കൂടി ജലപീരങ്കി പ്രയോഗിക്കുമായിരിക്കും എന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം എന്നാണ്. ഇപ്പോഴും സമരത്തിന്റെ മുൻപന്തിയിൽ നിന്ന് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് ഇവർ മാറിയിട്ടില്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മുദ്രാവാക്യം വിളികളോടുകൂടി വീണ്ടും പ്രതിഷേധം തുടരുകയാണ്. ഉയർത്തിയ ആവശ്യങ്ങൾ അതിന്റെ പ്രസക്തി കൂടി വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു സമരവീര്യം അവർ ഉയർത്തി കാണിക്കുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. സമരം അവസാനിച്ചിട്ടില്ല. ഏതാണ്ട് ഒരു മണിക്കൂറായി സമരം ആരംഭിച്ചിട്ട് എന്ന് പറയാം. തൊട്ടപ്പുറം നിന്ന് സെക്രട്ടേറിയറ്റ് പടിക്കലിന് മറുവശത്ത് നിന്ന് ജാഥയായിട്ടായിരുന്നു സമരം വന്നിരുന്നത്. പിന്നീട് മാർച്ച് സെക്രട്ടേറിയറ്റിന്റെ സമരഗേറ്റിന് മുമ്പിലെത്തി അവിടെ നിന്ന് മുദ്രാവാക്യം വിളികളോടെ മറ്റ് സമര പരിപാടികൾ വിപുലമാക്കുകയായിരുന്നു. ഇപ്പോൾ വഴി തടയാനുള്ള ശ്രമമാണ് പോലീസ് പ്രവർത്തകർ നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സമരഗേറ്റിന്റെ ഭാഗത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവർത്തകർ സംഘടിച്ച് ഓടുകയാണ്. മറ്റൊരു വശത്തുകൂടി സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് അതിക്രമിച്ച് കടക്കാനുള്ള ശ്രമം പ്രവർത്തകർ നടത്തുന്നു. ഇവിടെ ആശാ പ്രവർത്തകർ നടത്തുന്ന സമരത്തിനപ്പുറം ഭാഗത്ത് സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടിക്കടന്നുകൊണ്ട് സെക്രട്ടേറിയറ്റിനുള്ളിൽ കടക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. അത് പൂർണ്ണമായും പ്രതിരോധിക്കുകയാണ് പോലീസുകാർ. ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവരെ ആ രീതിയിലുള്ള KSU പ്രവർത്തകരുടെ അതിക്രമിച്ച് കടക്കാനുള്ള ശ്രമം പൂർണ്ണമായും തടയാൻ പോലീസിനായി എന്നുള്ളതാണ്. ഇപ്പോഴും മതിലിൽ വലിഞ്ഞു കയറിയിട്ടുണ്ട് 3-4 പ്രവർത്തകർ. അവരുടെ ശ്രമം സെക്രട്ടേറിയറ്റ് അതിക്രമിച്ച് കടക്കാനാണ് എന്നുള്ളത് വ്യക്തമാണ്. സമരത്തിന്റെ ഏതാണ്ട് ഒരു മുഖം സമരഗേറ്റിൽ നിന്ന് സെക്രട്ടേറിയറ്റിന് മുൻഭാഗത്തേക്ക് ഇവിടെ പഴയ ദിവാൻ രാമറാവുവിന്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നതിന്റെ തൊട്ടു മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടേക്ക് മറ്റ് സമരപ്രവർത്തകർ കൂടി മറ്റ് KSU പ്രവർത്തകർ കൂടി തമ്പടിക്കുകയും സെക്രട്ടേറിയറ്റ് അതിക്രമിച്ച് കയറാൻ ശ്രമിച്ച KSU പ്രവർത്തകർക്ക് അഭിവാദ്യം അർപ്പിക്കുന്ന തരത്തിൽ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് സമരത്തിന്റെ മുഖം മറ്റൊരു ദിശയിലേക്ക് കൂടി മാറ്റാൻ KSU പ്രവർത്തകർക്കായി എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോഴും ഇവരെ തടഞ്ഞു നിർത്തിക്കൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമായി നിലനിർത്തുകയാണ്. സമരം ചെയ്യാനുള്ള അവരുടെ അവകാശത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ഒരു ശ്രമം പോലീസുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. സെക്രട്ടേറിയറ്റിന് മുകളിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിച്ച 4 പ്രവർത്തകരാണ് ഇപ്പോൾ മതിൽ മേൽ ഉള്ളത്. സെക്രട്ടേറിയറ്റിന്റെ പച്ച നിറമുള്ള ഇരുമ്പ് കമ്പികൾ കൊണ്ട് നിർമ്മിച്ച മതിലിൽ കയറി നിൽക്കുകയാണ് 6 പ്രവർത്തകർ. അവരെ മാറ്റാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുക. അതേസമയം കൂടുതൽ പ്രവർത്തകർ കൂടി ഈ ഭാഗത്തേക്ക് തടിച്ചുകൂടുകയും കൂടുതൽ മുദ്രാവാക്യം വിളികൾ ഉയർത്തുകയും ചെയ്യുന്നു. പോലീസിന്റെ ശ്രമങ്ങൾക്ക് കൂടുതൽ പോലീസിന്റെ സുരക്ഷ ഉറപ്പെടുത്താനുള്ള പോലീസിന്റെ ശ്രമം കൂടുതൽ പ്രയാസകരമാകുന്ന ഒരു സാഹചര്യം ഇവിടെ കാണാൻ കഴിയും. ഏതായാലും
സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറാനുള്ള ശ്രമമാണ് പ്രവർത്തകർ ഇപ്പോൾ നടത്തുന്നത്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്കുള്ള KSU മാർച്ച് വലിയ സംഘർഷത്തിലേക്ക് പോവുകയാണ്. ആദ്യഘട്ടത്തിൽ പോലീസുമായി വാക്കേറ്റവും ഏറ്റുമുട്ടലുമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് കുറച്ചു സമയം ഒരു അയഞ്ഞ അവസ്ഥയുണ്ടായിരുന്നു. അതിനു പിന്നാലെ സമരം മൂർച്ഛിക്കുകയാണ്. അലോഷ്യസ് സേവ്യറിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയത്. റാഗിംഗ് അടക്കമുള്ള കാര്യങ്ങൾ മുൻനിർത്തിയാണ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. ഇപ്പോൾ സമര ഗേറ്റിൽ നിന്ന് സെക്രട്ടേറിയറ്റ് മതിൽ ചാടിക്കടക്കാനുള്ള ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അവരെ പ്രതിരോധിക്കാൻ തടയാൻ പോലീസും സർവസജ്ജമായിരിക്കുന്നു. 4 തവണ നിലവിൽ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. പ്രവർത്തകർ ഇപ്പോൾ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് അതിക്രമിച്ച് കടക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. 7 പ്രവർത്തകരാണ് ഇതാ മതിലിൽ കയറി നിന്ന് സെക്രട്ടേറിയറ്റിനകത്തേക്ക് കടക്കാനുള്ള ശ്രമം നടത്തുന്നു. അവരെ പിന്തിരിപ്പിക്കാൻ, അവരെ താഴെ ഇറക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പോലീസും പ്രവർത്തകരും തമ്മിലുള്ള വാക്കേറ്റമാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. വലിയ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നേരത്തെ ജലപീരങ്കി അടക്കം പ്രയോഗിച്ചിരുന്നു. 4 തവണ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. ഇതേ വാർത്തയിലേക്ക് തന്നെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ഒന്നായി തന്നെ പറഞ്ഞേക്കാം. കൈകളിൽ ആയുധം
തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്കുള്ള KSU മാർച്ചിൽ സംഘർഷാവസ്ഥ തുടരുകയാണ്. 5 തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ബാരിക്കേഡ് മറികടന്ന സെക്രട്ടേറിയറ്റിലേക്ക് കടക്കാനുള്ള ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഏറെ നേരം പോലീസുമായി വാക്കേറ്റവും ഉണ്ടായി. വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് പ്രതിഷേധിക്കുന്നത്. റാഗിംഗ് അടക്കമുള്ള വിഷയങ്ങൾ മുൻനിർത്തിയാണ് പ്രതിഷേധം. നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് പ്രധാന വാർത്തകൾ. Today's headlines brought to you by Sigtron panel lights. Simply exceptional. കോട്ടയം റാഗിംഗിൽ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം. KSU സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. കോട്ടയത്ത് നഴ്സിംഗ് കോളേജിലേക്കുള്ള കോൺഗ്രസ് മാർച്ചിൽ ജലപീരങ്കി. കേരള സർവകലാശാല അക്കാദമി കൗൺസിലിൽ തർക്കം.
കരട് നയത്തിൽ UGC പ്രതിഷേധം അറിയിക്കണമെന്ന് ഇടതംഗങ്ങളുടെ പ്രമേയം. അജണ്ടയിൽ ഇല്ലാത്ത വിഷയം അംഗീകരിക്കാനാകില്ലെന്ന് VC. കണ്ണൂരിൽ CPM പരിപാടിയിൽ ഉദ്ഘാടകനായി ജില്ലാ കലക്ടർ. പാട്യം ഗവേഷണ കേന്ദ്രത്തിന്റെ സെമിനാർ പ്രചരണ മോർണിംഗ് വാക്ക് ഫ്ളാഗ് ഓഫ് ചെയ്തു. സർവീസ് ചട്ടലംഘനമെന്ന് യൂത്ത് കോൺഗ്രസ്. പത്തനംതിട്ട പെരുന്നാട് CITU പ്രവർത്തകന്റെ കൊലയിൽ മുഖ്യപ്രതി വിഷ്ണു പിടിയിൽ. RSS പ്രവർത്തകരെന്ന് CPM, ആരോപണം തള്ളി BJP. രാഷ്ട്രീയ കൊലയല്ലെന്ന് പോലീസ്. യുവാക്കൾ തമ്മിലുണ്ടായ അടിപിടി കൊലയിൽ കലാശിച്ചു. ശശി തരൂരിനെ ഉന്നമിട്ട് വ്യവസായ രംഗത്തെ സർക്കാരിന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് കോൺഗ്രസ് നേതൃത്വം. കോവിഡ് മാനേജ്മെന്റ് പോലെ കളവെന്ന് VD സതീശൻ. അതിന് സമാനമാണ് ഈ വ്യാവസായിക വളർച്ച സംബന്ധിച്ച പുതിയ അവകാശവാദങ്ങൾ. അദ്ദേഹത്തിന്റെ നിലപാട് തിരുത്തണമെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നു. പേര് പറയാതെ പരിഹസിച്ചിട്ട് വീക്ഷണം മുഖപത്രം. മോദി പുകഴ്ത്തലിൽ കേന്ദ്ര നേതൃത്വവും തരൂരിനെ തള്ളി. രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ ഗുജറാത്തിനെതിരെ ആദ്യം ബാറ്റ് ചെയ്യുന്ന കേരളത്തിന് 3 വിക്കറ്റ് നഷ്ടം. 30 റൺസ് വീതമെടുത്ത് അക്ഷയും രോഹനും പുറത്ത്. വരുൺ നായനാർക്കും അഹമ്മദ് ഇമ്രാനും അരങ്ങേറ്റം. രണ്ടാം സെമിയിൽ മുംബൈ വിദർഭയെ നേരിടുന്നു. KSU മാർച്ചിൽ സംഘർഷം ഉണ്ടായിരിക്കുന്നു. വിവിധ ഇടങ്ങളിലായി വിവിധ സ്ഥലങ്ങളിലായി KSUവിന്റെ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ KSU വെച്ച് തടയാൻ ശ്രമിച്ചു. അവിടെ സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. കോട്ടയത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വലിയ പ്രതിഷേധമാണ് KSUവിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് റാഗിങ്ങുമായി ബന്ധപ്പെട്ട് പ്രതിഷേധത്തിലേക്ക് KSU കടക്കുന്നു. SFI ആണ് ഇതിന്റെ പിന്നിൽ. SFI പ്രവർത്തകരാണ്. SFIയുടെ പോഷക സംഘടന നേതൃത്വത്തിലുള്ള ആളുകളാണ് റാഗ് ചെയ്തത് പ്രതികൾ എന്നുള്ള കാര്യങ്ങളാണ് KSU ആരോപിക്കുന്നത്. അതിൽ പോലീസ് നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടുകൂടിയാണ് മാർച്ച് നടത്തുന്നത്. മുഹമ്മദ് ആഷിഖ് ചേരുന്നുണ്ട്. ആഷിഖ്, പ്രതിഷേധം അവസാനിച്ചോ? ധന്യ, പ്രതിഷേധം അവസാന ഘട്ടത്തിലാണ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ നിലവിൽ അവസാന ഘട്ടം എന്ന നിലയിൽ സമരഗേറ്റിന് മുമ്പിൽ നിന്ന് പിരിഞ്ഞുപോയ പ്രവർത്തകർ MG റോഡിൽ നടുവിൽ കുത്തിയിരുന്നുകൊണ്ട് മുദ്രാവാക്യം വിളികളും പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സംഘടിച്ചിരുന്നു. ാണെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ അറിയിക്കുകയായിരുന്നു. തുടർന്ന് പ്രവർത്തകർ പിരിഞ്ഞു പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതാണ്ട് 1 മണിക്കൂറിലധികം എന്ന് തന്നെ പറയാം. കടുത്ത സംഘർഷ സമാനമായ സാഹചര്യങ്ങൾ ഈ സമരത്തിന്റെ ഭാഗമായി തകർക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് പോലീസ് ഇവർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. ആകെ 6 തവണയാണ് വിവിധ ഘട്ടങ്ങളിലായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. എന്നാൽ സമര വീര്യം ചോരാതെ നിരന്തരം സമര മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിഷേധം ഉയർത്തുകയായിരുന്നു KSU പ്രവർത്തകർ എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. പല ഘട്ടങ്ങളിൽ സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടിക്കടന്നതിനുള്ളിലേക്ക് കടക്കാനുള്ള ശ്രമം KSU പ്രവർത്തകർ നടത്തി. ആദ്യഘട്ടത്തിൽ സമരഗേറ്റിന്റെ ആ ഭാഗത്ത് കേന്ദ്രീകരിച്ചിരുന്ന സമരം പിന്നീട് തൊട്ടപ്പുറയുള്ള മുൻ ദിവാൻ രാമറാവുവിന്റെ പ്രതിമയുടെ ഭാഗത്തുകൂടി സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് മതിൽ ചാടിക്കടന്ന സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് കടക്കാനടക്കം ചില പ്രവർത്തകർ ശ്രമിച്ചത് വലിയ സംഘർഷത്തിന് ഇടവരുത്തി. പക്ഷെ പോലീസ് ഇവരെ പിന്തിരിപ്പിക്കുകയായിരുന്നു. കടുത്ത സംയമനം പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്നത് ശ്രദ്ധേയമാണ്. ജലപീരങ്കി പ്രയോഗിക്കുക എന്നതിനപ്പുറം ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ മാത്രം ഇടപെടുക എന്ന ഒരു രീതി സമരത്തിൽ ായിരുന്നു സമരം എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ധന്യ ചൂണ്ടിക്കാണിച്ചതുപോലെ കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കേരളത്തിലെ ക്യാമ്പസുകളിൽ പ്രത്യേകിച്ച് ഹോസ്റ്റലുകളിൽ റാഗിംഗ് ഡ്രഗ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷേധത്തിന്റെ കാരണം. ഈ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇന്നലെയായിരുന്നു സമരപ്രഖ്യാപനം നടത്തിയത്. ഏതാണ്ട് 12:30 പ്രഖ്യാപിച്ചിരുന്ന സമരം 1 മണിയോടെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തുകയായിരുന്നു. 1 മണിക്കൂറോളം തലസ്ഥാന മധ്യം സമര മുഖരിതമാക്കിക്കൊണ്ടാണ് KSU പ്രവർത്തകർ ഇപ്പോൾ പിരിഞ്ഞു പോയിട്ടുള്ളത്. സൂചനാ സമരമാണ് എന്നാണ് KSU ധന്യ. ആഷിഖാണ് വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. KSU മാർച്ചിൽ ഉണ്ടാക്കുന്നത് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. അവിടെ KSU പ്രവർത്തകർ പ്രതിഷേധിച്ച ശേഷം KSU കടക്കുന്നു. കോട്ടയത്തെ റാഗിംഗ് കേസുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാല അക്കാദമിക് കൌൺസിലിൽ തർക്കം. കരട് നയത്തിൽ UGCയെ പ്രതിഷേധം അറിയിക്കണമെന്നാവശ്യപ്പെട്ട് ഇടതംഗങ്ങൾ കൌൺസിലിൽ പ്രമേയം അവതരിപ്പിച്ചു. അജണ്ടയിലില്ലാത്ത വിഷയം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വൈസ് ചാൻസലർ പറഞ്ഞതാണ് പ്രതിഷേധത്തിന് കാരണം. പ്രതിഷേധത്തെ തുടർന്ന് VC പ്രമേയം മിനിറ്റ്സിൽ രേഖപ്പെടുത്താമെന്ന് അറിയിച്ചു.
ഗോപാൽ ശീലാസനൽ ചേരുന്നു. ഗോപാൽ, വിശദാംശങ്ങൾ. തരത്തിലൊരു തർക്കമുണ്ടാകുന്നത് അക്കാദമിക് കൗൺസിൽ യോഗവുമായി ബന്ധപ്പെട്ട് ഇന്ന് വിവിധ അജണ്ടകൾ ചർച്ച ചെയ്തിരുന്നു. അതിൽ ഒരു അജണ്ടയിലില്ലാത്ത വിഷയം ഇടത് അംഗങ്ങൾ ഉന്നയിച്ചതോടുകൂടിയാണ് ഈ ഒരു പ്രശ്നമുണ്ടാകുന്നത്. അതായത് SDCയെ പ്രതിഷേധം അറിയിക്കണം എന്ന പ്രമേയമാണ് ഇടത് അംഗങ്ങൾ ഈ യോഗത്തിൽ മുന്നോട്ട് വെച്ചത്. എന്നാൽ അജണ്ടയിൽ 80 പേരും ഈ പ്രമേയത്തെ അനുകൂലിച്ചു. BJP അംഗങ്ങളായ 2 പേർ മാത്രമാണ് ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. തുടർന്ന് ഇടതംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കമുണ്ടായി. ഒടുവിൽ ഈ പ്രതിഷേധത്തെ തുടർന്ന് ഈ പ്രമേയം അംഗീകരിച്ചതായും മിനിറ്റ്സിൽ രേഖപ്പെടുത്താമെന്നും വൈസ് ചാൻസലർ അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് പ്രതിഷേധിച്ച്, അതായത് ആ പ്രമേയം അംഗീകരിക്കുന്നത് ചട്ടവിരുദ്ധമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ BJP അംഗങ്ങളായിട്ടുള്ള വിനോദ് കുമാറും PS ഗോപകുമാറും ഈ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയുണ്ടായി. പ്രധാന സർവകലാശാല എന്ന നിലയ്ക്ക് കേരള സർവകലാശാലയുടെ പ്രതിഷേധം അറിയിക്കാനാണ് ഇന്നത്തെ യോഗത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം. ജില്ലാ കലക്ടർ പാട്യം ഗവേഷണ കേന്ദ്രത്തിന്റെ സെമിനാർ പ്രചാരണത്തിനാണ് കലക്ടർ അരുൺ കെ വിജയൻ പങ്കെടുത്തത്. ഫ്ളാഗ് ഓഫ് ചെയ്തത് കലക്ടറാണ്. കലക്ടറുടേത് സർവീസ് ചട്ടലംഘനമെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. ഇന്ന് രാവിലെ കണ്ണൂരിൽ CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ അധ്യക്ഷത പങ്കെടുത്ത DYFI പ്രവർത്തകർ യൂണിഫോം ഇട്ട് നടത്തിയ ഒരു പരിപാടി, ആ പരിപാടിയിൽ ഔദ്യോഗിക വാഹനത്തിൽ വന്ന് ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് കണ്ണൂർ കളക്ടർ ആ പരിപാടി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഇത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ്. ആരോപണ വിധേയനായ ഈ കളക്ടറെ സംരക്ഷിച്ചത് തങ്ങളാണ് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാവുകയാണ്. ഒരു CPIMന്റെ ഇരട്ട മുഖമാണ് ഈ സംഭവത്തിലൂടെ വ്യക്തമാവുന്നത്. സുനിൽ ഐസക് ചേരുന്നു. സുനിൽ, കലക്ടർ CPM ബന്ധം നേരത്തെ ADMന്റെ കേസുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ വ്യക്തമായതാണ്. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം പങ്കെടുത്തത്. പക്ഷേ അത് ചട്ടലംഘനമാണോ? എന്താണ് കോൺഗ്രസിന്റെ ആരോപണം? തന്നെ പാട്യം ഗവേഷണ കേന്ദ്രം കണ്ണൂരിൽ CPM നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണ്. അതിന്റെ ഭാഗമായി നിരവധി പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. അതിന്റെ ഭാഗമായി DYFI പ്രവർത്തകർ യൂണിഫോം ഇട്ടാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. ഒപ്പം അതിന്റെ അധ്യക്ഷനായി ഉണ്ടായിരുന്നത് കണ്ണൂർ CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനായിരുന്നു. ആ പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്തത് ജില്ലാ കളക്ടർ അരുൺ കെ വിജയനാണ്. അദ്ദേഹം തന്റെ ഔദ്യോഗിക വാഹനത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ പേജിൽ തന്നെ അവർ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിനെതിരെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത്. കളക്ടർ നടത്തിയത് സർവീസ് ചട്ട ലംഘനമാണ്. അതായത് ഈ ഒരു പാർട്ടി പരിപാടിയിൽ കളക്ടർ പങ്കെടുക്കാൻ പാടില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകുമെന്നാണ് പറയുന്നത്. ഒപ്പം ഈ നവീൻ ബാബു കേസിൽ CPM നൽകുന്ന സംരക്ഷണത്തിന് പ്രതിഫലമായിട്ടാണ് CPMന്റെ പരിപാടികളിൽ കളക്ടർ പങ്കെടുക്കുന്നതെന്ന രാഷ്ട്രീയ ആരോപണം കൂടി ഈ ഘട്ടത്തിൽ അവർ. ആന്റണിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുന്നു. ബാങ്കിലും റിജോ പണം നൽകിയവരുടെ വീടുകളിലും എത്തിച്ചാണ് തെളിവെടുപ്പ്. 12 ലക്ഷം രൂപ റിജോയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയാണ്. CCTVയിൽ കണ്ടതിന് സമാനമായ ശരീരപ്രകൃതമുള്ള ഒരാൾ പ്രദേശത്ത് താമസിക്കുന്നുണ്ടോ എന്നായിരുന്നു പോലീസിന്റെ ചോദ്യം. ആ സ്ത്രീ കൃത്യമായി തെളിവെടുപ്പ് നടക്കുകയാണോ? തന്നെ, അതായത് പ്രതിയായ റിജോയെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിന് മുന്നോടിയായിട്ട് കൂടിയാണ് ഇപ്പോൾ പ്രാഥമിക തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നത്. അന്നനാട് എന്നുള്ള സ്ഥലത്തേക്കാണ്. അവിടെ ഒരു വിനേഷിന്റെ വീട്ടിലേക്കാണ് പോയത്. ഈ വിനേഷിൽ നിന്നും പ്രതി നേരത്തെ 2,94,000 രൂപ കടമായി വാങ്ങിയെടുത്തുപ്പെടുത്തിയെന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിനേഷിന്റെ വീട്ടിലേക്ക് പോയത്. അവിടെ വെച്ച് 2,94,000 രൂപ തിരികെ വാങ്ങിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ചാലക്കുടി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ മടക്കി എത്തിച്ചിട്ടുള്ളത്. ഇനി വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയ ശേഷം പ്രതിയെ കസ്റ്റഡിയിലായതിനു പിന്നാലെ റൂറൽ SPയുടെ നേതൃത്വത്തിൽ വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നതാണ്. അങ്ങനെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ തെളിവെടുപ്പ് കൂടി പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇനി വിശദമായ ചോദ്യം ചെയ്യലിലേക്കൊക്കെ പോലീസ് കടക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി കഴിഞ്ഞ മണിക്കൂറുകൾ പുറത്തു വന്നിരുന്നതാണ്. അതായത് ഏത് വിധത്തിൽ വിവരം, അതിൽ പ്രധാനമായും ഈ മുഖം വ്യക്തമാക്കാത്ത, മുഖം തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലൊക്കെയാണ് വന്നിരുന്നത്. ഹെൽമെറ്റൊക്കെ ധരിച്ചു വന്നിരുന്നു. അതിനുശേഷം സ്വാഭാവികമായിട്ടും പോലീസ് ഈ CCTV ദൃശ്യങ്ങൾ, അത്തരത്തിൽ മുഖം തിരിച്ചറിയാൻ കഴിയാത്ത 25ഓളം CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു. അങ്ങനെ പരിശോധിച്ചാണ് ഇയാളുടെ വീടിന് സമീപത്തേക്ക് എത്തുകയും അവിടുത്തെ CCTV ദൃശ്യം ശേഖരിച്ചപ്പോൾ പോവുകയായിരുന്ന ഒരു നാട്ടുകാരിയെ കാണിക്കുന്നു. അങ്ങനെ നാട്ടുകാരിയെ കാണിച്ചപ്പോൾ പറഞ്ഞത് ഇതേ രൂപസാദൃശ്യമുള്ള ആൾ സമീപത്തുള്ള വീട്ടിൽ ഷൂ അടക്കമുള്ള കാര്യങ്ങളിലൂടെ ഇയാളാണ് പ്രതി എന്നുള്ളത് തിരിച്ചറിയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ ഒരു നാട്ടുകാരിയുടെ മൊഴി തന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകമായി മാറുകയും ചെയ്തത്. എന്തായാലും പരമാവധി വിവരശേഖരണം നേരത്തെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നതാണ്. ഇതിനുശേഷം ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് പോവുക. ശരി, ശരൺ. ാണ് കേസെടുത്തത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സമരസമിതി നേതാക്കൾക്ക് കന്റോൺമെന്റ് പോലീസ് നിർദ്ദേശം നൽകി.
ോടെയാണ് അവർ സമരം ചെയ്തത്. അവർക്കെതിരെ ഇപ്പോൾ കേസും എടുത്തിരിക്കുന്നു എന്നാണ് വിശദാംശങ്ങൾ. തന്നെ കഴിഞ്ഞ 8 ദിവസം ആരംഭിച്ചിരിക്കുന്ന സാഹചര്യമുള്ളത്. സർക്കാർ ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നില്ല എന്ന ആരോപണമാണ് എടുത്ത് കാണിക്കപ്പെടേണ്ടതാണ്. പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് കേരള പോലീസ് ആക്ട് പ്രകാരം വഴിതടയൽ, കൂട്ടം കൂടി വഴിതടയൽ സംഘടനയായ ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റ് മിനി എസിനെതിരെയാണ് കേസ്. 48 മണിക്കൂറിനകം ഈ വിഷയത്തിൽ ഒരു വിശദീകരണം നൽകാൻ ചോദ്യം ചെയ്യലിന് കണ്ടോൺമെന്റ് പോലീസിൽ ഹാജരാണ് നോട്ടീസ് എത്തുന്നത് എന്നുള്ളതാണ്. ഏതായാലും നിയമ നടപടിയുമായി സഹകരിക്കാനാണ് സമരം. പോലീസ് കേസല്ല, മറ്റേത് തരത്തിലുള്ള സമരം നിയന്ത്രിക്കാനുള്ള ഇടപെടലാണെങ്കിലും സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെ സമര നേതാക്കൾ. മുണ്ടക്കൈ പുനരധിവാസ ഏകോപനത്തിന് പ്രത്യേക സമിതി. ചീഫ് സെക്രട്ടറിയാണ് സമിതി അധ്യക്ഷ. വിവിധ വകുപ്പ് സെക്രട്ടറിമാരും സമിതിയിലുണ്ട്. വേരുകളുമായി KR സാജു ചേരുന്നുണ്ട്. സാജു, എങ്ങനെയാണ് സമിതി? അതുപോലെ തന്നെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി പ്രത്യേക സമിതിക്ക് രൂപം നൽകാൻ വകുപ്പ് സെക്രട്ടറിമാർ കൂടി പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. അവരുടെ പേര് വിവരങ്ങൾ അടക്കം ഇറങ്ങിയിരിക്കുന്നത്. ഈ ഉത്തരവിൽ ഏറ്റവും പ്രധാനമായും ഇവർക്കുള്ള നിർദ്ദേശങ്ങൾ മന്ത്രിമാരുടെ കൗൺസിൽ എടുക്കുന്ന തീരുമാനമാർക്കും നയപരമായ തീരുമാനങ്ങൾക്കായി ശുപാർശ ചെയ്യുന്നതും ഈ പദ്ധതിയുടെ ആവശ്യകതയും രൂപകൽപ്പനയും അവലോകനം ചെയ്ത് അതിന് അന്തിമ പുനരധിവാസ സമിതിക്ക് ശുപാർശ ചെയ്യുക, പദ്ധതി നിർവഹണം നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക. ആയിരിക്കും സ്പെഷ്യൽ ഓഫീസറും തൊഴിലുടമയും പ്രതിനിധിയും പദ്ധതി നടത്തുന്നവർ, കോൺട്രാക്ടർ എന്നിവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കണം. ഈ പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ഓഡിറ്റും വിലയിരുത്തലും ഈ സമിതി തന്നെയായിരിക്കണം നടത്തേണ്ടത്. സ്പോൺസർഷിപ്പുകളും ഭാഗത്തുമായിരിക്കും സ്പെഷ്യൽ ഓഫീസർ നിയുക്ത അധികാരങ്ങൾക്ക് മുകളിൽ സിംഗിൾ ബിൽ പേയ്മെന്റ് അംഗീകരിക്കേണ്ടതും ഈ സമിതിയായിരിക്കും. ആവശ്യമെങ്കിൽ ഉയർന്നു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള റോളുകളിലും ഉത്തരവാദിത്തങ്ങളിലും സാമ്പത്തിക 72 നടപ്പിലാക്കേണ്ട ഘട്ടങ്ങളിൽ ശുപാർശ ചെയ്യേണ്ടതും സമിതിയായിരിക്കും. ചെയർപേഴ്സണോ അനുബന്ധ ആവശ്യകതയും ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഏതൊരു വിഷയവും പരിഗണിക്കേണ്ടത് ഈ സമിതിയായിരിക്കും. ആവശ്യമെങ്കിൽ എവിടെയും തിരുത്തലുകൾ വരുത്താനും സർക്കാരിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ ചെയ്യേണ്ടതും ഈ സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്ന് നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വയനാട് പുനരധിവാസ പദ്ധതി അവലോകനം ചെയ്യാനുള്ള പ്രകാരം വിവിധ വകുപ്പുകളുടെ, അതായത് വാട്ടർ റിസോഴ്സ്, ഒപ്പം തന്നെ ഫിനാൻസ്, പവർ ഡിപ്പാർട്ട്മെന്റ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, PW ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നിവയുടെയൊക്കെ അംഗങ്ങൾ, പ്രതിനിധികൾ ഈ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുണ്ടാവും. വയനാട് കളക്ടർ ഇതിന്റെ ഭാഗമാണ്. പ്ലാനർ ഓഫീസറും ഇതിനകത്ത് ഉണ്ടാകും. ഇത്തരത്തിലുള്ള ഒരു വലിയ സമിതിക്കാണ് സർക്കാർ രൂപം നൽകിയിരിക്കുന്നത്. അതായത് ഇനി ഈ സമിതിയുടെ കീഴിലായിരിക്കും വയനാട് മുണ്ടക്കൈ പുനരധിവാസ പ്രവർത്തനങ്ങളും ഈ സമിതിയുടെ മേൽനോട്ടത്തിലായിരിക്കും നടക്കുക. ധന്യ. ശരി സാജു. മറ്റു വാർത്തകളിലേക്ക് എത്താം. ഇടവേള.